മിക്സ് സ്പൈസസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു റിവ്യൂ ആയിട്ടാണ്. ഇത് നമ്മൾ ഒരു 6 മാസം മുമ്പ് വാങ്ങിച്ച ഒരു മൗലിനെക്സിൻ്റെ മാസ്റ്റർഷെഫ് ഗോർമെറ്റ് എന്ന് പറഞ്ഞ കിച്ചൺ മെഷീനാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ എങ്ങനെയുണ്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അതും പ്രകാരമാണ് ഞാൻ ഈ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 6 മാസത്തോളമായി. ഞാൻ അൺബോക്സിങ് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള വില എന്ന് പറയുന്നത് 1389 റിയാൽസാണ്. അത് ഞാൻ അന്ന് വാങ്ങിച്ച ഏതാണ്ട് 1999 റിയാൽസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കറിയില്ല, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, അത് കാരണമാണത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചിട്ട് ഇവിടെ എക്സ്ട്രാ സ്റ്റോഴ്സിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഇന്ന് വരെ ഇത് ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഞാനത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും കാണിച്ചില്ല, ജസ്റ്റ് അൺബോക്സിങ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ കിച്ചൺ മെഷീൻ വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഇതും വെച്ച് മീറ്റ് മിക്സ് ചെയ്യാം, നമുക്ക് ബ്ലെൻഡ് ചെയ്യാം, പിന്നെ മാവൊക്കെ റെഡിയാക്കാം, അങ്ങനെയൊക്കെ കുറേ യൂസേജ് ഉണ്ട്. പിന്നെ നമുക്ക് സവാളയൊക്കെ സ്ലൈസ് ചെയ്തൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇത് മതിയാകും. അപ്പോൾ ഇത് വെച്ച് ഒരുപാട് ഇത്രയും ഐറ്റംസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഈ മുകളിലത്തെ ഭാഗം ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ വെക്കുന്നത്. നമുക്ക് ഒരു ചെറിയ ജാറുമുണ്ട്, ഒരു വലിയ ജാറുമുണ്ട്. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. കണ്ടോ, അത് ഓപ്പൺ ആക്കിയിട്ടിട്ട് ഞാൻ ഓൺ ആക്കിയിട്ടേക്കുവാണ്, പക്ഷേ ഇത് വർക്കാവില്ല. അത് കാരണം നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ടോപ്പ് നമ്മുടെ മിക്സി ജാറ് വെക്കുന്ന ആ ഭാഗം നമുക്ക് ആ അടപ്പം വെച്ച് മൂടിയിട്ടാൽ മാത്രമേ നമ്മുടെ ഇത് വർക്കാവുള്ളൂ, നമുക്ക് മാവ് റെഡിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ മുകളിൽ നമ്മുടെ മിക്സിയുടെ ജാറ് വെച്ചിട്ട് ഇത് ഓപ്പൺ ആക്കി ഇടുവാണെങ്കിൽ നമ്മുടെ ഈ താഴത്തെ ഡവിൻ്റെ പാർട്ടും കൂടെ വർക്കാവും അതിൻ്റെ ഒപ്പം. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇതിന്. ഡോർ റെഡിയാക്കാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ ഒരു ഹുക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കിച്ചൺ മെഷീനിൽ നമുക്കൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടി 1.5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഒറിഗാനോ ലീവ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഇതിലൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നമ്മുടെ പിസയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഈ ഒരു വീഡിയോ ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച കാരണം മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കുന്നത്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നീഡ് ചെയ്ത ശേഷം ഒരു 2 മണിക്കൂറോളം പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. ഇത് നമുക്ക് കേക്കൊക്കെ ബീറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ബീറ്റർ ഹുക്കാണിത്. അപ്പം ഇത് ഞാൻ കുറേ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വിസ്കാണ്. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ റെഡിയാക്കാനായിട്ടാണ് നമ്മളിത്, ക്രീം റെഡിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിസ്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 എക്സ്ട്രാ ഹുക്കും കൂടിയാണ് നമ്മുടെ കിച്ചൺ മെഷീൻ്റെ ഒപ്പം നമുക്ക് കിട്ടുന്നത്. ഞാൻ നമ്മുടെ പിസ്സയുടെ മാവൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിസ്സയുടെ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത മാവാണ്. നല്ല സോഫ്റ്റൊക്കെയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് പൊങ്ങി വരട്ടെ പിസ്സ ഉണ്ടാക്കാനായിട്ട്. ഞാൻ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ മെഷീനിലെ ബ്ലെൻഡർ ഉപയോഗിച്ച് നമുക്ക് ചെറിയൊരു സ്മൂത്തി റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ
1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറീസ് 2-3 ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു 2 ടീസ്പൂൺ നമ്മൾ ഓട്സും കൂടെ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്മൂത്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്യുന്നതും പിന്നെ അതോടൊപ്പം നമ്മുടെ മീറ്റ് മിൻസിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ അറ്റാച്ച്മെൻറ്റ് ഇവിടെ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ അറ്റാച്ച്മെൻറ്റ്, അതായത് സവാള സ്ലൈസ് ചെയ്യാനുള്ള അറ്റാച്ച്മെൻറ്റും കൂടെ നമുക്കിതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഈ ഒരു പാർട്ടാണ് നമ്മുടെ ഒനിയനൊക്കെ സ്ലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇതും ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് തിരിച്ചാൽ മാത്രം മതി. അതും അവിടെ ഫിക്സ് ആയിക്കോളും. അതിനുശേഷം ഇതേപോലെ 3 കോണുണ്ട്. ഇത് സവാള സ്ലൈസ് ചെയ്യാൻ മാത്രമല്ല മറ്റ് പല വെജിറ്റബിളുകളും നമുക്ക് ഇതിൻ്റെ ഒപ്പം സ്ലൈസ് ചെയ്യാനോ ചോപ്പ് ചെയ്യാനോ ഒക്കെ സാധിക്കും. കണ്ടോ ഈ 3 കോൺസ്. ഇതിൽ ഞാനിപ്പം ഈ സവാള സ്ലൈസ് ചെയ്യാനുള്ള കോൺ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതും അതിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ മുകളിലെ പാർട്ടിൽ കൂടെയാണ് നമ്മുടെ സവാള ഇട്ട് കൊടുക്കേണ്ടത്. സവാള ഇട്ട് കൊടുത്ത ശേഷം ഈ ഒരു പാർട്ട് ഉപയോഗിച്ച് നമുക്കൊന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ സവാള വേഗത്തിൽ അതിലൂടെ സ്ലൈസ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിനിപ്പോൾ ലാസ്റ്റായിട്ടുള്ള നമ്മുടെ മീറ്റ് മിക്സറാണ്. ഇതാണ് നമ്മുടെ മീറ്റ് മിക്സറിൻ്റെ ഒരു പാർട്ട്. നമ്മൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഈ ഒരു സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ തിരിയുമ്പോഴാണ് നമ്മുടെ മീറ്റൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം ഈ ഒരു സ്റ്റാർ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അതിനുശേഷം നമുക്കിത് ഇതേപോലെ രണ്ടെണ്ണം ഉണ്ട്, അതായത് ഒരു ചെറുതുമുണ്ട് ഒരു വലുതുമുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് വലിയൊരു അച്ചാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഇതേപോലെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ ആ സൈഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടല്ലോ, ആ സ്പേസിലാണ് നമ്മുടെ ഈ അച്ച് വന്ന് കിടക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. ഇതിലെങ്ങനെയോ കറയൊക്കെ പിടിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുറച്ച് നാളായില്ല വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുമാണ്. വീട്ടിൽ തന്നെയാണ് മീറ്റൊക്കെ നമ്മളിപ്പം മിക്സൊക്കെ ചെയ്തെടുക്കുന്നത് ഇത് വാങ്ങിച്ചതിന് ശേഷം. അപ്പം ഇത് ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ മീറ്റ് മിക്സറിൻ്റെ ആ സെക്കൻഡ് പാർട്ടും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ഒനിയൻ സ്ലൈസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തല്ലോ ഒരു പാർട്ട്, ആ അറ്റാച്ച്മെൻറ്റിൽ നമ്മളിതുകൊണ്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ എക്സ്ട്രാ ഒരു അറ്റാച്ച്മെൻറ്റും കൂടെ വരുന്നുണ്ട്, അത് ഇതാണ്. ഇതിനുള്ളിലൂടെയാണ് നമ്മൾ മീറ്റൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് എന്തോരം വേണമെങ്കിലും മീറ്റ് ഇടാം, കാരണം ആ പോർഷൻ നിറയുന്നിടം വരെയാണ് നമുക്ക് മീറ്റ് ഇട്ട് കൊടുക്കാവുന്നത്. പിന്നെ നമുക്കുള്ള ഒരു എക്സ്ട്രാ ഉള്ള ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ നേരത്തെ ഓനിയൻ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ, അതേപോലെ ഇതിനുമുണ്ട് നമ്മുടെ മീറ്റൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങളതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമ്മുടെ മീറ്റ് പുറത്തേക്ക് വരും. കണ്ടോ, നമ്മുടെ മീറ്റ് ഇപ്പം നന്നായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൺ മെഷീൻ്റെ പ്രവർത്തനം. അപ്പം ഇതിനെപ്പറ്റി എന്നോട് ചോദിച്ച എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പുതിയ വ്ലോഗുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.